ഹേയ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മടിയുള്ളൊരു സംഭവമാണ് മത്തി കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അത് ഒരുപാട് സമയം പണിയുള്ള സമയത്തൊക്കെ ചെറിയ മത്തി കൊണ്ടുവരും വീട്ടിൽ, അല്ലെങ്കിൽ കുറേ മത്തി കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഭയങ്കര പണിയായിരിക്കും കേട്ടോ. അതും കുറച്ച് ചീഞ്ഞതും കുറച്ച് മിക്സായിട്ട് കൊണ്ടുവന്നാൽ പറയും വേണ്ട. അപ്പോൾ നമുക്ക് കത്രിക കൊണ്ട് എങ്ങനെ ഈസി ആയിട്ട് അത് കട്ട് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഉണ്ടത്. നമ്മൾ ഏത് കത്രിക എടുക്കാം, മീൻ കട്ട് ചെയ്യുന്ന കത്രിക തന്നെ വേണമെന്നൊന്നുമില്ല. ഈ അറ്റം കുറച്ച് കൂർത്തിരുന്നാൽ മതി. ആ കൂർപ്പുള്ള ഭാഗം കൊണ്ട് നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്ത് പിടിക്കില്ലേ, അപ്പോൾ നമുക്ക് ചുണങ്ങ് അതിനോട് പോക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടനെ ചെയ്യാത്തതാണ് കേട്ടോ നല്ലത്. സ്റ്റോർ ചെയ്ത് വെച്ചതാണെങ്കിൽ തണുപ്പൊക്കെ പോയ ശേഷമാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഇതിൽ കട്ട് ചെയ്ത മാതിരി നമുക്ക് തല കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗമൊക്കെ കിട്ടും. ഇനി അത് ഓവറായിട്ട് തലേൻ്റെ അവിടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്രോസിന് കട്ട് ചെയ്യാം. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ വയറിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്യുമ്പോൾ കത്തി കൊണ്ടാണെങ്കിൽ ഒരു ഫിനിഷിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവില്ല. മുള്ളൊക്കെ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന മാതിരി ഉണ്ടാവും. നമ്മൾ കറി വെച്ചാലും പൊരിച്ചാലും ഒക്കെ അതിങ്ങനെ ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മൾ കത്രിക കൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ നല്ല ഫിനിഷിങ്, ആ മുള്ളൊന്നും ഇങ്ങനെ തെറിച്ചിട്ട് കാണില്ല. പിന്നെ മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് സമയം ലാഭിക്കാൻ കഴിയും. കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മുറിച്ച് കഴിയാൻ കഴിയും. അതായത് നമ്മൾ കത്തി കൊണ്ട് മുറിക്കുന്നതിനൊക്കെ പകുതി ഫസ്റ്റൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ഇതുണ്ടാകും. ചിലവർ കത്തിയും കത്രിക കൊണ്ടൊക്കെ മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുക. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അല്ല, നമുക്ക് തല എടുത്ത് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നമ്മൾ കത്തി കൊണ്ടാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുക. പക്ഷേ കത്രിക കൊണ്ടാണെങ്കിൽ, എനിക്ക് കത്തി കൊണ്ട് ശരിക്കും മുറിക്കാൻ അറിയില്ല എന്ന് തന്നെ പറയാം. ഞാൻ കത്രിക തന്നെയാണ് യൂസ് ചെയ്യൽ. നല്ല വൃത്തിക്കും കാര്യത്തിലും കിട്ടും, നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ കത്തി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ട്രൈ ചെയ്ത് നമ്മൾ മുറിച്ചൊന്ന് പഠിച്ചാൽ തന്നെ നമുക്കൊരു മടുപ്പായിട്ടോ അല്ലെങ്കിൽ മീൻ മുറിക്കുന്നത് ഒരു മടിയുള്ള കാര്യമായിട്ടൊന്നും നമുക്കങ്ങനെ തോന്നില്ല. പിന്നെ പെട്ടെന്ന് നമ്മളെ സമയവും ലാഭമായിട്ട് കഴിയുമല്ലോ. പെട്ടെന്ന് തന്നെ മീൻ മുറിച്ച് കഴിയുകയും ചെയ്യും. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത്.